കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ ട്രാഫിക് സിഗ്നൽ സമയദൈർഘ്യം കുറയ്ക്കുന്നതിന്റെ സാധ്യത തേടാൻ തീരുമാനം. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് അഭിപ്രായം ഉയർന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷം, നമുക്കറിയാവുന്നതുപോലെ തന്നെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഈ ചൂട്, അതേപോലെ തന്നെ ഉഷ്ണതരംഗ സാധ്യത അടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി, മന്ത്രിമാർ, അതേപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ, ദുരന്ത നിവാരണ അതോറിറ്റി, അതുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നിവർ യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് വളരെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം, ഈ പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നീ പൊതു ഇടങ്ങളിൽ ആവശ്യത്തിന് വെള്ളം, ORS, സൂര്യാഘാത പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങൾ എന്നിവ ഒരുക്കും. ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ, തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സർവീസ്, ട്രേഡ് യൂണിയൻ, സന്നദ്ധ സംഘടന എന്നിവർ ഇക്കാര്യത്തിൽ ഏകോപിതമായ പ്രവർത്തനം നടത്തും. മാർക്കറ്റുകൾ, മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ താൽക്കാലിക തണൽ പന്തലുകൾ സ്ഥാപിക്കും. കൂടാതെ സാധ്യമായ ഇടങ്ങളിൽ ട്രാഫിക് സിഗ്നൽ സമയം ദൈർഘ്യം കുറയ്ക്കാനുള്ള ആലോചനയും ഇന്നത്തെ യോഗത്തിൽ നടന്നിട്ടുണ്ട്. അതായത് പോലീസ് ട്രാഫിക് അധികാരികളുടെ അഭിപ്രായം തേടി ജില്ലാ കളക്ടർമാർ അക്കാര്യത്തിൽ ഈ ട്രാഫിക് ദൈർഘ്യം കൂട്ടുന്നതിൽ നടപടിയെടുക്കണമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള ഘട്ടങ്ങളിൽ പൊതുപരിപാടികൾ, സെലക്ഷൻ ട്രയലുകൾ, പകൽപൂരങ്ങൾ, കലാകായിക പരിപാടികൾ തുടങ്ങിയ പരിപാടികൾക്ക് കർശനമായ നിയന്ത്രണങ്ങളും വിലക്കുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വഴിയോരങ്ങളിലും കവലകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളിലും തണ്ണീർ പന്തലുകൾ സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുണ്ട്. കൂടാതെ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങൾ നടത്താൻ ജലവകുപ്പിനെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി. മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജനകീയ പങ്കാളിത്തത്തോടെ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണം. കൂടാതെ ഈ സ്കൂളുകളിൽ പ്രത്യേക ശ്രദ്ധ ഇക്കാര്യത്തിൽ കൊടുക്കും. തിരഞ്ഞെടുത്ത ആശുപത്രികളിൽ നൂതന സൗകര്യങ്ങളോട് കൂടിയ സ്ഥിരം ഹീറ്റ് ആൻഡ് ബേൺ ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്നതിന് ആരോഗ്യവകുപ്പിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ അംഗനവാടികളും താപപ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഹീറ്റ് റെസിലന്റ് കെട്ടിടങ്ങളാക്കി മാറ്റാനും തീരുമാനം അറിയിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റു സൗകര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരിക്കണമെന്ന് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.